പ്പെട്ട കുട്ടികളെ ഇന്ന് നടന്ന നമ്മുടെ USS എക്സാമിലെ മാത്തമാറ്റിക്സിൻ്റെ ആൻസർ കീ നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്ത ആൻസറും ആയിട്ട് മാച്ച് ചെയ്ത് നോക്കി എത്ര മാർക്കുണ്ടെന്ന് നോക്കണം കേട്ടോ. ഇത് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ചോദ്യം നമ്പർ 1 ഇതാണ്. ഇൻ ദ ഫിഗർ ലൈൻ AD ആൻഡ് BC ആർ പാരലൽ. വാട്ട് ഈസ് ആംഗിൾ ABC? ആംഗിൾ ABCയുടെ അളവാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് 60, 70, 110 ആൻഡ് 120. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 70ആണ്. സോ ഇതൊരു പാരലൽ ലൈനാണ്. ഒരു പാരലൽ ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ 2 പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിനൊരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ആംഗിളുകൾ തുല്യമാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം ഇതെന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. രണ്ടാം ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ പ്രോഡക്റ്റ് ബിലോ ഈസ് ഈക്വൽ ടു 1.37 ഇൻറ്റു 5.7. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. പോയിൻറ്റിന് ശേഷം ഇവിടെ ക്വസ്റ്റ്യനിൽ 2, 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ പോയിൻറ്റിന് ശേഷം 3നേക്കാൾ കൂടുതൽ ഡിജിറ്റ് വന്നാലാണ് ആ സംഖ്യ ചെറുതാകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ല. രണ്ടാമത്തത് പോയിൻറ്റിന് ശേഷം 2 പേരെ വരുന്നുള്ളൂ, 0യ്ക്ക് വാല്യൂ ഇല്ലല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, പോയിൻറ്റിന് ശേഷം 3, 2, 5 പേരുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. സോ 32 ആൻസർ ഈസ് ഓപ്ഷൻ സി. 33ാമത്തെ ചോദ്യം. ഓൺ ഇൻക്രീസിങ് ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ബൈ 10%, ദ ഇൻക്രീസ് ഇൻ ഏരിയ വിൽ ബി. അപ്പോൾ 10% ഇൻക്രീസ് ചെയ്യാമെന്ന് വെച്ചാൽ 100ൽ നിന്ന് 110ലേക്ക് എത്തും. അപ്പോൾ 110 × 110 അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഇൻക്രീസ് പെർസെൻറ്റേജ് വരുമ്പോൾ. ചെയ്ത് കാണിക്കാം. ആദ്യത്തെ സ്ക്വയറിൻ്റെ സൈഡ് x ആണെങ്കിൽ രണ്ടാമത്തത് ഇൻക്രീസ് ചെയ്തു. ഒരു സൈഡ് എന്ന് പറയുന്നത് 10% ഇൻക്രീസ് ചെയ്ത് എക്സിൻ്റെ 10%. ദാറ്റ് ഈസ് നമുക്ക് കട്ട് ചെയ്ത് എങ്ങനെ എഴുതാം? x + x/10 എന്ന് എഴുതാം. x + x/10. LC എടുക്കുമ്പോൾ എന്താവും? 10x + x ദാറ്റ് ഈസ് ഈക്വൽ ടു 11x എന്ന് വരും അല്ലേ? ഇതിൻ്റെ 11x/10 എന്ന് വരും. ഇവിടെ അത് തന്നെയാണല്ലോ, സെയിം അല്ല. സ്ക്വയർ ആകുമ്പോൾ സൈഡ്സ് ഈക്വൽ. സോ ഹിയർ ഓൾസോ 11x/10. ഏരിയ, ഇവിടുത്തെ ഏരിയ എന്താ? x × x വരും. ഇവിടെയാണെങ്കിലോ 11x/10 ഇൻറ്റു, കാണത്തില്ലല്ലോ ഇവിടെ എഴുതാം, 11x/10 ഇൻറ്റു 11x/10. അപ്പോൾ എന്ത് വരും? 121x എന്ന് വരും അല്ലേ? അപ്പോൾ എത്ര കൂടി? 100 എന്നുള്ളത് നമ്മൾ എന്തായി മാറി? 121 എന്ന്. 100% എന്നുള്ളത് 121%. അപ്പോൾ എത്രമാത്രം ഇൻക്രീസ് ചെയ്തു? 21% ഇൻക്രീസ് ചെയ്തു. ഇത് ടീച്ചർ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ സെയിം ചോദ്യം തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഹാസ് എക്സാക്ട്ലി 6 ഫാക്ടേഴ്സ്? ഇതിനകത്ത് ആർക്കൊക്കെയാണ് 6 ഫാക്ടേഴ്സ് ഉള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ടീച്ചർ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ? കുട്ടികൾ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ടീച്ചറുടെ വീഡിയോയിൽ. എനിക്കിത് കൊണ്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്ക് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ വന്ന പല ചോദ്യങ്ങളും കണ്ടപ്പം. അപ്പം എക്സാക്റ്റ് 6 ഫാക്ടേഴ്സ് വരുന്നത് 4 വരുന്നതുകൊണ്ട് 4നെ നമ്മൾ എന്താക്കണം? പ്രൈം ഫാക്ടർ ആക്കണം. അതായത് 2² all⁵5. അപ്പം അതെന്താവും? അത് 6 അല്ല. 5⁵3, 3 + 1, 2⁵1, 3 വരും. അപ്പോൾ 4 3s are 12 വരും. ഓപ്ഷൻ ബി അല്ല. 71⁵5. എക്സാക്റ്റ് 671 ഈസ് എ പ്രൈം നമ്പർ. സോ 5 + 1 6 വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കാം. 3⁵1, 1 + 1, ഇത് 1 + 1, 1 + 1, 1 + 1, ഒരിക്കലും 6 അല്ല. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, 71⁵5 ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓക്കെ, 71⁵5. അടുത്തത് 35ാമത്തെ ചോദ്യമാണ്. If 6x - 1 is an odd number, what is the next greater odd number? 6x - 1 ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത, അതിനേക്കാളും വലിയ ആദ്യത്തെ ഗ്രേറ്റർ ഓഡ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചപ്പോൾ 3 ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ അതിന് തൊട്ടടുത്ത് ഒറ്റ സംഖ്യ കണ്ടുപിടിക്കുക. 3നോടുകൂടി 2 കൂട്ടിയാൽ പോരെ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6x - 1നോടുകൂടി 2 കൂട്ടിയാൽ മതിയാവും. 36ാമത്തെ ചോദ്യമാണ്. In the picture below, O is the center of the circle and A and B are the point on the circle. Calculate the length of AB. ABയുടെ നീളം കണക്കാക്കുക. അപ്പോൾ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? പൈതഗോറസ് തിയറം ഉപയോഗിച്ചാണ് നമുക്കിത് കണ്ടെത്തേണ്ടത്. ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലെങ്ത് 10, ഇത് 6 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ചെയ്താൽ ബേസിൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടും. So 100 - 36, that is 64 = b². So base = 8 അല്ലേ? ഇതിൻ്റെ സ്ക്വയർ റൂട്ടായി ഇത് 8. ഇത് 8 ആണെങ്കിൽ ഇത് 8 അല്ലേ? 8 എത്രയാണ്?
16 കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. One side of a triangle is 11 cm and second side is 7 cm. What is the possible third side of the triangle? ഇത് നമ്മൾ ഇന്നലത്തെ വീഡിയോ ചെയ്ത സെയിം സാധനമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മാത്സിനൊക്കെ ഫുള്ള് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്താ ടീച്ചറുടെ വീഡിയോ കണ്ടവർക്കൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. നമ്മൾക്ക് ഗിവൺ ആയിട്ടുള്ള സൈഡ് ടീച്ചർ ഇവിടെ എഴുതി, മൂന്നാമത്തെ സൈഡ് ഇവിടെ എഴുതി. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന 1 cm, 2 cm, 4 cm, 5 cm. രണ്ടെണ്ണം ആഡ് ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കണം ലാർജസ്റ്റ് സൈഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് 7 1 8 കൂടുതലാണ്, ഇത് പറ്റില്ല. 7 2 9 കൂടുതലാണ്, പറ്റില്ല. 7 4 11 സെയിം ആണ്, പറ്റില്ല. 7 5 12 സോ 7 5. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി. 38ാമത്തെ ചോദ്യം. 20% ഓഫ് എ നമ്പർ ഈസ് 45. വാട്ട് ഈസ് ദ നമ്പർ? അപ്പോൾ 20% ഓഫ് എ നമ്പർ മീൻസ് നമ്മൾ ആ നമ്പർ അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എക്സ് കൊടുത്തുകൊണ്ട് ചെയ്യണം. കാണിച്ചു തരാം. 20% ഓഫ് എ നമ്പർ മീൻസ് അവിടെ എക്സ് കൊടുക്കുക, ഈക്വൽ ടു 45. അതായത് 20% ഇൻറ്റു എക്സ് ഈക്വൽ ടു 45. അതായത് 20/100 ഇൻറ്റു എക്സ് ഈക്വൽ ടു 45. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ കട്ട് ചെയ്യാമല്ലോ. കട്ട് ചെയ്തു 2/5 വരും. സോ എക്സ് ഈക്വൽ ടു ബൈ 5 അങ്ങോട്ട് കൊടുക്കുമ്പോൾ 45 ഇൻറ്റു 5. 45 ഇൻറ്റു 5 എത്ര? 5 25 2 4 5 22 20 225. ഇവിടെ ഓപ്ഷൻ 225 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ 38ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. If the product of 3 prime numbers is 1310, among these which one is the largest? ഈ കൊടുത്തിരിക്കുന്നതിൽ 3 പേരുടെ പ്രോഡക്റ്റ് ആയിട്ട് 1310 എഴുതാമെങ്കിൽ ഈ പറയുന്നതിൽ ആരാണ് ഏറ്റവും വലുതെന്നാണ് ചോദ്യം. അതിൻ്റെ ഫാക്ടറായിട്ട് വരുന്നത് ആരൊക്കെയാണ് നോക്കാം. നമ്മൾ പ്രൈം ഫാക്ടർ വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യാം. 1310യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 655 എന്ന് വരും. വീണ്ടും നമ്മളതിനെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 131. ആ 3 ഫാക്ടറിൽ വിച്ച് വൺ ഈസ് ബിഗസ്റ്റ് വൺ? ബിഗസ്റ്റ് വൺ എന്ന് പറയുന്നത് 131 ആണ്. സോ അവർ ഓപ്ഷൻ ഈസ് ഡി ആണ് കറക്റ്റ്. അടുത്തത് 40ാമത്തെ ചോദ്യം. വാട്ട് ഈസ് എ നമ്പർ ടു ബി ആഡഡ് ടു ബോത്ത് സൈഡ്സ് ഓഫ് ദ റേഷ്യോ 11:5 സോ ദാറ്റ് ദ റേഷ്യോ ബിക്കംസ് 3:2? അതായത് 11/5 എന്ന നമ്പറിൻ്റെ രണ്ട് ഭാഗത്തും ഏത് സംഖ്യ ആഡ് ചെയ്താൽ ഈ റേഷ്യോ 3:2 ആയി മാറുമെന്നാണ് ചോദ്യം. നോക്കാം ഇതിലേത് ഓപ്ഷനാണ് നോക്കാം. അപ്പോൾ ആ ചോദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 11/5 ആണല്ലോ, ഇത് നമുക്ക് എന്തായി മാറണം? 11/5 എന്ന് 3/2 ആകണം. എന്ത് ചെയ്യുമ്പോൾ? ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന നമ്പറിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എക്സ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതാക്കാം അല്ലേ, വലുതായിട്ടിരിക്കുന്നു. ഓക്കെ, ദെൻ 2 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 11 + x ഈക്വൽ ടു 3 × 5 + x. 2 × 11 22 + 2x ഈക്വൽ ടു 3 × 5 15 + 3 × x 3x. ഇനി നമ്മൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ ടൈംസ് ഒരു സൈഡിൽ കൊണ്ടുവന്നാൽ മാത്രം മതി കേട്ടോ. അതായത് 3x - 2x ഈക്വൽ ടു 22 - 15. 3xൽ നിന്ന് 2x കുറച്ച് 1x. സോ x ഈസ് ഈക്വൽ ടു 1xന് x എന്ന് എഴുതിയാൽ മതി. x ഈസ് ഈക്വൽ ടു 7. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്തത് 41ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. x⁻150 = 9x⁻50. ദെൻ വാട്ട് ഈസ് എക്സ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ 1 2 3 4. ഇതിലേതാണ് ആൻസർ എന്നാണ് ചോദ്യം. ചെയ്തേക്കാമേ, ചോദ്യം ചെയ്തു തുടങ്ങാം. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ x⁻150 ഈക്വൽ ടു ഇതിനെ സെപ്പറേറ്റ് 9⁻50 ഇൻറ്റു x⁻50 എന്ന് എഴുതുന്നു. ക്ലിയർ അല്ലേ? ഇനി നോക്കുക, എക്സിൻ്റെ ടൈംസ് ഇൻറ്റു എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? x⁻150 ഡിവൈഡഡ് ബൈ x⁻50 എന്ന് ഇതിനെ എഴുതാമല്ലോ. സോ 9⁻50. ഡിവിഷൻ ബേസ് സെയിം ആയിട്ട് ഡിവിഷൻ വരുമ്പോൾ നമ്മൾ മൈനസ് ചെയ്താൽ മതിയല്ലോ പവറുകൾ. സോ 150 - 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 9⁻50. അതായത് x⁻100 ഈക്വൽ ടു 9⁻50. ഇത് 50 ഇത് 100 അല്ലേ? അപ്പോൾ ഇതിനെക്കൂടെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഈ 100നെ ടീച്ചർക്ക് വേണമെങ്കിൽ 2 × 50 എന്ന് എഴുതുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ a⁻m (n) വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. x² എന്ന് എഴുതുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലേ? അപ്പോൾ 2 × 50 100 വരികയും ചെയ്യും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതാ സെയിം ആയിട്ട് ഇത് വരുമ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് കളയാം. ബാക്കി മിച്ചം എന്തുണ്ട്? x² = 9 വേർ x =
3. Okay. So our answer is ഓപ്ഷൻ സി ആട്ടോ. 41ാമത്തത് ഓപ്ഷൻ സി. 42ാമത്തെ ചോദ്യം 2.5 glass of water would fill a large bottle and 1.5 glass of water could fill a smaller bottle. What is the ratio of the capacities of larger bottle to the smaller bottle? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇപ്പോൾ രണ്ടിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. 2:1/2 1:1/2 ചെയ്താൽ മതി. മിക്സർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് ഫ്രാക്ഷനാക്കി കൺവേർട്ട് ചെയ്യണം. That is equal to 2 2s are 4 plus 1, 5/2 is to 2 1s are 2 divided by 3/2. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിവിഷൻ പോലെ ചെയ്യണം. ദാറ്റ് ഈസ് 5/2 ഡിവൈഡഡ് ബൈ 3/2. ഡിവിഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യേണ്ട ടൈമിനെ നമ്മൾ റെസിപ്രോക്കലി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 2 കട്ടായി പോകും. ആൻസർ ഈസ് 5/3. ദാറ്റ് ഈസ് 5:3. ഓപ്ഷൻ ഈസ് ബി. 43ാമത്തെ ചോദ്യം 0.8 into 0.3 into 0.01 divided by 0.6 into 0.4 is equal to. ചെയ്ത് നോക്കാം. എളുപ്പമാണ്, ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ ചെയ്ത ആൻസർ തന്നെയായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പോയിൻ്റ് അങ്ങ് ഒഴിവാക്കാൻ ആദ്യം നോക്കുക. ആദ്യം ഈ നമ്പേഴ്സ് മാത്രം മൾട്ടിപ്ലൈ. 8 3s are 24 into 1. ആൻസർ ഈസ് 24. എത്ര ഡിജിറ്റ് മാറ്റി കിച്ചൻ നീക്കി എഴുതാട്ടോ അവിടെ ഇത് 24. ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ എത്ര പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. 1 പോയിൻറ്റിന് ശേഷം 1 2 3 4 പേര്. അപ്പോൾ ഉത്തരത്തിൽ 4 പേരുണ്ടായിരിക്കണം. പോയിൻറ്റിന് ശേഷം 1 2 3 4. 0.24 ആണ് ക്വസ്റ്റ്യൻ ആൻസറിൽ വന്നത്. അടുത്ത ഇത് താഴത്തെ നോക്കാം. 6 4s are എത്രയാണ്, ക്യാമറ കറക്റ്റ് ആവുന്നില്ലല്ലേ. ഇനി 6 4s are എത്രയാണ്, അതും 24 ആണ്. പോയിൻറ്റിന് ശേഷം എത്ര പേരുണ്ട്, ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ. അപ്പം ഉത്തരത്തിൽ 2 പേരെ കാണാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് അറിയുമോ നിങ്ങൾക്ക്? പോയിൻറ്റ് രണ്ടിടത്തും പോയിൻറ്റ് വന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മാക്സിമം പോയിൻ്റ് ഉള്ളത് എവിടെയാണെന്ന് നോക്കണം. എവിടെയാണ് ഉള്ളത്? പോയിൻറ്റിന് ശേഷം ഇവിടെ 4 ഉണ്ടെങ്കിൽ 4 0 ഉള്ള ആളെ കൊണ്ട് താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ പോയിൻ്റ് മുകളിൽ എന്ത് സംഭവിക്കും, ജസ്റ്റ് ഇത് 24 എന്നായി മാറും. താഴെ 2 പോയിൻറ്റിന് ഇതിങ്ങോട്ട് മാറും. എഗെയിൻ 2 0 ഉണ്ട്. അപ്പോൾ എന്ത് 2400 എന്ന് വരും. ഇത് കട്ട് ചെയ്താലോ 24ഉം 24ഉം കട്ടായാൽ 1/1, ദാറ്റ് ഈസ് 1/100. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. 43ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 4ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 7/8 ആൻഡ് ലെസ് ദാൻ 9/10? ഓപ്ഷൻസ് 10/11, 8/9, 5/6 ആൻഡ് 2/3. നോക്കാം. ഈ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് 2-3 മാർഗ്ഗങ്ങളുണ്ട്. ഇതിനകത്ത് നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മാർഗ്ഗത്തിലൂടെ നമുക്ക് പോകാം. 7/8 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.87 ആണ്. 9/10 ഡിവൈഡ് ചെയ്യുമ്പോൾ 9/10ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.9 ആണ്. അപ്പോൾ ഈ 0.87ഉം 0.9നും ഇടയിലുള്ള ആൾക്കാരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 7/8 ആൻഡ് ലെസ് ദാൻ 9/10? ഇതിൻ്റെ ഇടയിലുള്ളവരെ ഇതിനേക്കാളും വലുതും ഇതിനേക്കാളും ചെറുതുമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആരൊക്കെയാണ്? 10/11. 10/11 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 0.9 കിട്ടും. അതല്ല. അടുത്തത് 8/9 ഡിവൈഡ് ചെയ്യുന്നു. 8/9 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.88. അപ്പോൾ ഇതിനേക്കാളും ബിഗസ്റ്റ് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതിൻ്റെ ഇടയിലാണ് ഈ 0.88ൻ്റെ വാല്യൂ നിൽക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആവാനാണ് സാധ്യത. നമുക്ക് മൂന്നാമത്തതും കൂടെ നോക്കിയേക്കാം. ഓപ്ഷൻ സി നോക്കിയേക്കാം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 5/6 ആണ്. 5/6ൻ്റെ വാല്യൂ 0.83 വരും കേട്ടോ. അപ്പോൾ ഇതിന് താഴെ 87നേക്കാളും താഴെയാണ് 83. അപ്പോൾ അതല്ല. പിന്നെ വരുന്നത് ലാസ്റ്റത്തെ 2/3 ആണ്. 2/3 എന്ന് പറയുമ്പോൾ 0.6 സംതിങ്ങേ വരുള്ളൂ. അപ്പോൾ ഇതുമല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അവിടെ 8/9 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത 45ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് 484 സ്ക്വയർ സെൻറ്റിമീറ്റർ. Then what will be the area of the figure got by joining the midpoint of the side of the square? നമുക്ക് നോക്കാമേ. ഇവിടെ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 484 എന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലേ. 484 മീൻസ് 484 ഈ ദിസ് സൈഡ് ഇൻറ്റു ദിസ് സൈഡാണ് 484. അപ്പോൾ ഏതോ നമ്പറിൻ്റെ സ്ക്വയർ ആണ് 484. അതായത് എത്രേൻ്റെയാണ്? 22 എന്ന നമ്പറിൻ്റെ സ്ക്വയർ ആണ് എന്ത്? 484. സോ സൈഡ് വിൽ ബി 22 ആണ്. ഇനി അതിൻ്റെ മിഡ് പോയിൻറ്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു സ്ക്വയർ വരച്ചു എന്നാണ് പറഞ്ഞത്. ആ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദ
ഈ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തല്ലോ. അപ്പോൾ ഇത് 11 ആവുമല്ലോ. മിഡ് പോയിന്റ് എടുക്കുമ്പോൾ മൊത്തം 22 ആണല്ലോ. അപ്പോൾ ഇത് 11 ആയി. 11. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? 11 സ്ക്വയർ പ്ലസ് 11 സ്ക്വയർ എന്ന് വരുമ്പോൾ 121 പ്ലസ് 121 11√2 തന്നെ വരും അല്ലേ? അല്ലെങ്കിൽ √242 എന്ന് ഉത്തരം കിട്ടും. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഒന്നുകൂടെ നോക്കാം. 11ൻ്റെ സ്ക്വയർ പ്ലസ് 11ൻ്റെ സ്ക്വയർ ചെയ്യുന്നതാണല്ലോ 121 പ്ലസ് 121 ആണല്ലോ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. സോ 242 ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു 242ൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ അത് തന്നെയാണല്ലോ 242 എടുത്താൽ മതി. ഈ രണ്ട് സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് എന്ത് 242 എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഈസ് 242. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ. വിച്ച് സ്മോളസ്റ്റ് 2 ഡിജിറ്റ് ഇച്ചിരി വലുതാക്കാം. വിച്ച് സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഈസ് ആഡഡ് ടു 25,141 ഗീവ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 9. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് 11, 12, 13, 14. നോക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്. 25141 എന്ന സംഖ്യയോടുകൂടി ഏത് സംഖ്യ കൂട്ടിയാലാണ് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യ കിട്ടുന്നതെന്നാണ് ചോദ്യം. 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ആ സംഖ്യ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 2541നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര റിമൈൻഡർ വരുന്നതെന്ന് നോക്കാമല്ലോ. 25141നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 3s 9 2s 18, 15, 7, 71, 8, 9, 63, റിമൈൻഡർ 8, ദെൻ 4 എഴുതി. 84, 9 9s 81, റിമൈൻഡർ 3, 31-നകത്ത് 9 3s 27. അപ്പോൾ റിമൈൻഡർ നമുക്ക് 4 വന്നു. നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ 11, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 13, ഓപ്ഷൻ ഡി 14. അപ്പോൾ ഈ റിമൈൻഡർ കിട്ടിയ ഈ 4 നമ്മൾ ഇതിനോടുകൂടി ആഡ് ചെയ്താൽ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യ കിട്ടിയാൽ മതി. +4, ഇവിടെ +4, +4, +4. ഏതാണ് 9ൻ്റെ മൾട്ടിപ്പിൾ? ഇത് കിട്ടുന്നത് 15 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 16 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 17 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 14 18 9ൻ്റെ മൾട്ടിപ്പിൾ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഓപ്ഷൻ 47ാമത്തെ ചോദ്യം. A wire of length 17 1/2 meters is cut into pieces of equal length 1/4 meter. The number of pieces obtained by. അപ്പോൾ എന്ത് ചെയ്താൽ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിരുന്ന ചോദ്യം സെയിം ചോദ്യം തന്നെയാണ് അല്ലേ? അത് 17 1/2നെ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതിയാവും. 17 1/2 ഡിവൈഡഡ് ബൈ 1/4. അപ്പോൾ നമ്പർ ഓഫ് ഇത് കണ്ടുപിടിക്കാനായിട്ട് വലുതിനെ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 17 × 2 34 + 1 35/2 ഡിവൈഡഡ് ബൈ 4 1s 4 5/2 5/4 എന്ന് വരും. ഡിവൈഡ് ചെയ്യുമ്പോൾ 35/2 × 4/5. കട്ട് ചെയ്താൽ ഇവിടെ 2 വരും, ഇവിടെ കട്ട് ചെയ്താൽ 7 വരും. 7 2s 14 പീസസ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി കേട്ടോ. 47ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. ഇത് നമ്മൾ ഇന്നലെ വൈകുന്നേരം വീഡിയോയിൽ പറഞ്ഞ ചോദ്യം തന്നെയാണ്. വെൻ 150 liter of water is poured into a tank, 2/5 of the tank is filled up, what is the total capacity of the tank? ആൻസർ വന്നത് 750, 600, 375, 225. എന്താ നോക്കാം. ഈ ചോദ്യം ചെയ്യാൻ നമുക്ക് വിവിധ മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ടീച്ചർ വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗം പറഞ്ഞു തരാമേ. അതായത് 2/5 നമ്മൾ ഈ പാത്രത്തിന് 5 കഷ്ണങ്ങളാക്കുന്നു. 1 2 3 4 5 5 പാർട്ടാക്കുമ്പോഴത്തേന് ഈ ബോട്ടിൽ നിറയും. അപ്പം എത്ര ലിറ്ററാണ്? 150 ലിറ്റർ ഒഴിച്ചപ്പോഴത്തേക്ക് 150 ലിറ്റർ ഒഴിച്ചപ്പം ഈ 5 എണ്ണത്തിൽ 2/5 പാർട്ട് നിറഞ്ഞു. എത്ര ഒഴിച്ചപ്പം? 150. അപ്പോൾ ഒരു പാർട്ടിനകത്ത് വരുന്ന എത്രയാണെന്ന് മനസ്സിലായി നമുക്ക്? 75 അല്ലേ? ഇത് 75, ഇത് 75, അങ്ങനെയാണ് ഇത് 150 ആയത്. അപ്പോൾ ഇതുകൂടി ചേർക്കുമ്പോൾ 150 300ആയി. ഇവിടെ 75 ഉണ്ടല്ലോ. സോ 375. അങ്ങനെ വേഗം യുക്തിപൂർവ്വം ചെയ്യാനും കൂടി നിങ്ങൾ പഠിക്കണം കേട്ടോ. അല്ലാതെ നമുക്കിത് ചെയ്യാൻ മാർഗ്ഗമുണ്ട്. ആ ഫ്രാക്ഷൻ ഉപയോഗിച്ചൊക്കെ ചെയ്യാമെങ്കിലും ഇവിടെ ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 49ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു x - y - z?
ഓപ്ഷൻസ് നോക്കിക്കേ, ഇത് ഏതാന്ന് നോക്കാം. ഈ ചോദ്യം ചെയ്യാനായിട്ട് ടീച്ചർ പറഞ്ഞിരുന്നു, വെറുതെ നിങ്ങൾ സംഖ്യകളിട്ട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി എക്സ് മൈനസ് വൈ മൈനസ് ഇസഡിന് ഈക്വൽ ആണ് എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ്. സംശയമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവിടെ ഒരു സംഖ്യ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ, തെറ്റിപ്പോയില്ലല്ലോ. നമ്മുടെ 50ാമത്തെ ചോദ്യം ഇതാണ്. ദ ആവറേജ് ഓഫ് 9 numbers ഈസ് 20. ദ ആവറേജ് ഓഫ് 5 ഓഫ് ദീസ് നമ്പർ ഈസ് 18. ദ ആവറേജ് ഓഫ് ദ റിമൈനിങ് 4 നമ്പർ ഈസ് ഡാഷ്. നോക്കാം. നമുക്കറിയാം ആവറേജ് ഓഫ് 20 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 9 നമ്പേഴ്സിൻ്റെ ആവറേജ് 20 എന്ന് പറഞ്ഞാൽ ടോട്ടൽ അറിയാമല്ലോ, 9 × 20. ടോട്ടൽ ഈസ് ഈക്വൽ ടു എത്ര വരുന്നു? 180 വരും. ദെൻ ആവറേജ് ഓഫ് 5 നമ്പർ ഈസ് എത്രയാണ്? 18. 5 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 18 ആണെങ്കിൽ 5 × 18 ചെയ്താൽ 5 എണ്ണത്തിൻ്റെ സമ്മ് കിട്ടുമല്ലോ, ദാറ്റ് ഈസ് 90. അപ്പോൾ ബാക്കി ചോദിച്ച 9 എണ്ണത്തിൻ്റെ 180 ആണ് സമ്മ്. ആദ്യത്തെ 5 എണ്ണത്തിൻ്റെ സമ്മ് 90 ആണെങ്കിൽ ബാക്കി 4 എണ്ണത്തിൻ്റെ സമ്മും എന്ത് തന്നെയാണ്? 90 ആണല്ലോ. അപ്പം ഈ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 22.5 ആണ് അവിടുത്തെ ആവറേജ്. 4 × ആവറേജ് ഈക്വൽ ടു 90 ആണ് എങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ 90 ഡിവൈഡഡ് ബൈ 4 നമ്മൾ ചെയ്താൽ മതിയാവും. ഓക്കെ, 22.5 ആണ് കറക്റ്റ് ആൻസർ. അതായത് ഓപ്ഷൻ ഡി. ഈ പരീക്ഷയ്ക്ക് കൂടുതൽ ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആയിട്ട് വന്നതെന്ന് തോന്നുന്നല്ലേ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നിങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ശരിയാവട്ടെ. അപ്പം ഞാനിത് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ആൻസർ ഒന്ന് കൂട്ടി നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.